എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എഞ്ചിനീയേഴ്സിൻ്റെ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. നമ്മൾ ഏതൊരു ഭാഷക്കാരനും ഭാഷ അറിയാതെ തന്നെ ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അപ്പോൾ നമ്മൾ ഏതൊരു വർക്കിംഗ് ഫീൽഡ് ആണെങ്കിലും അവിടെ ഒരു ഡ്രോയിങ്ങോട് കൂടി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ ഒരു ഡ്രോയിങ് എന്നുള്ള ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ്. ലൈൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ലൈൻസ് യൂസ് ചെയ്യാതെ നമുക്ക് വേറെ ഒരു നിർവാഹവും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ലൈൻസ് ആർ ദ ആൽഫബറ്റ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ലാംഗ്വേജ്. ഓക്കെ, ലൈൻസ് ആണ് എഞ്ചിനീയേഴ്സ് ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്സ്. അപ്പോൾ ആൽഫബറ്റ്സ് ആകുമ്പോൾ ഒരു ലൈന് മാത്രമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ? പല രീതിയിലുള്ള പല തരത്തിലുള്ള ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് ലൈൻസ് ആർ യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തിനാണ് ഈ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഓൾ ലൈൻസ് ഹാസ് എ സ്പെസിഫിക് മീനിങ് ആൻഡ് ഫങ്ഷൻ. ഓരോ ലൈനിനും അതിൻ്റേതായിട്ടുള്ളൊരു മീനിങ്ങും ഫങ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ലൈൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തരം തിരിച്ചിട്ടുള്ളത്? ലൈൻസ് ഡിഫർ വിത്ത് ഇറ്റ്സ് വിഡ്ത്ത്. വിഡ്ത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ലൈനിനെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഹൈറ്റ് കൊണ്ട് ലൈന് സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഷേപ്പ് കൊണ്ട്, തിക്നെസ് കൊണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ലൈൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത്, അപ്പോൾ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടൈപ്പ് ലൈന് മാത്രമല്ല ഉള്ളത്, പല തരത്തിലുള്ള ലൈൻസ് ഉണ്ട്. ആ ലൈൻസിൽ തന്നെ അവയ്ക്ക് ഓരോന്നിനും ഓരോ മീനിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലൈന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതെന്താണ് നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ലൈൻ തന്നെയാണ് യൂസ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ, ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ എടുക്കുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈനാണ്. പക്ഷേ ഒരു ഡയമെൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് തിൻ ലൈനാണ്. ഓക്കെ, അപ്പോൾ രണ്ടിനും മീനിങ് മാറി അല്ലേ? നമുക്ക് ഒരു ഔട്ട്ലൈൻ ആണെങ്കിൽ കണ്ടിന്യൂസ് തിക്ക് ലൈൻ വരണം. ഇനി അതല്ല, ഡയമെൻഷൻ ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ ആണെങ്കിൽ കണ്ടിന്യൂസ് തിൻ ലൈനാണ് അവിടെ വരയ്ക്കേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു അറിവോട് കൂടി വേണം ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടിന്യൂസ് തിക്ക് ലൈൻ അല്ലേ? ഫസ്റ്റ് ലൈൻ എ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈനാണ്. അപ്പോൾ ഈ തിക്ക് ലൈൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? വിസിബിൾ ഔട്ട്ലൈൻസ് ഓർ വിസിബിൾ എഡ്ജസ്. അപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഔട്ട്ലൈൻസ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഔട്ട്ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്? കണ്ടിന്യൂസ് തിക്ക് ലൈൻ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ എന്തില്ല, വേറെ മാറ്റങ്ങളൊന്നുമില്ല. കണ്ടിന്യൂസ് തിക്ക് ലൈൻ, അത് തിക്കായി തന്നെ വരയ്ക്കുക അല്ലേ? നമ്മളിപ്പോൾ HB ഗ്രേഡൊക്കെ വെച്ച് വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഡാർക്ക്നെസ് വേണ്ട കേസിലൊക്കെ ആണെങ്കിൽ 2B എന്നുള്ള ലെവലിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. ഓക്കെ, ദെൻ ബി, രണ്ടാമത്തെ ലൈൻ ഏതായിരുന്നു? ബി ലൈനിൻ്റെ വെച്ചിൽ കണ്ടിന്യൂസ് തിൻ ലൈൻ. സ്ട്രൈറ്റ് ആവാം, കർവ്ഡ് ആവാം അല്ലേ? കണ്ടിന്യൂസ് തിൻ ലൈന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയമെൻഷനിങ് എലമെൻറ്റ്സ് എല്ലാതും തന്നെയാണ്. പ്രൊജക്ഷൻ ലൈൻ ആവട്ടെ, ഡയമെൻഷൻ ലൈൻ ആവട്ടെ, ലീഡർ ലൈൻസ് ആവട്ടെ, ഇനി നമ്മൾ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഹാച്ചിങ് ലൈൻസ് ആവട്ടെ, ഇതെല്ലാതും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുതന്നെയാണ്? കണ്ടിന്യൂസ് തിൻ ലൈനാണ്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, തിക്ക് ലൈൻ വരയ്ക്കുന്ന ആ ഒരു തിക്നെസ് പാടില്ല ഒരു കാരണവശാലും തിൻ ലൈൻ വരയ്ക്കാൻ എന്നുള്ളത് അല്ലേ? ഡയമെൻഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻ നമ്മൾ ഫിഗർ എന്ത് തിക്നെസ്സിലാണോ വരച്ചത് അതിനെക്കാട്ടിലും തിക്നെസ് കുറച്ചിട്ട് വേണം നമ്മൾ ഡയമെൻഷനിങ് എലമെൻറ്റ്സ് വരയ്ക്കാൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ സി ആൻഡ് ഡി നെക്സ്റ്റ് ലൈൻസ് ആണ് അല്ലേ? സിയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ലൈൻസ് കണ്ടിന്യൂസ് തിൻ ലൈന് വരുന്നുണ്ട്, ദെൻ കണ്ടിന്യൂസ് സിഗ്സാഗ് ലൈനും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ഹാൻഡ് വരയ്ക്കുന്നതും അതേപോലെ സിഗ്സാഗ് വരയ്ക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ലിമിറ്റ്സ് പാർഷ്യൽ ഓർ ഇൻ്ററപ്റ്റഡ് വ്യൂസ് ആൻഡ് സെക്ഷൻ ഇഫ് ദി ലിമിറ്റ് ഈസ് നോട്ട് എ ചെയിൻ തിൻ ലൈൻ. നമ്മൾ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുറച്ചും കൂടെ അതിൻ്റെ ബാക്കി വരയ്ക്കാനുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡ്രോയിങ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഒരു സിമ്പലാണ്
കണ്ടിന്യൂസ് തിൻ, ഫ്രീ ഹാൻഡ് അല്ലെങ്കിൽ സിഗ്സാഗ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ്സിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും കണ്ടു വരുന്നത്. സിമ്പിൾ ഡ്രോയിങ്സ് ഒന്നും വരയ്ക്കുന്ന സമയത്ത്, ചെറിയ ചെറിയ സെഷൻ വരയ്ക്കുന്ന സമയത്തൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുന്നില്ല, ഈ കണ്ടിന്യൂസ് തിൻ, ഫ്രീ ഹാൻഡ്സ് ഒന്നും അല്ലെങ്കിൽ സിഗ്സാഗ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദെൻ ഇ ആൻഡ് എഫ്. ഇയും എഫും നോക്കുന്ന സമയത്ത്, ഇ എന്ന ലൈനും എഫ് എന്ന ലൈനും നമ്മൾ നോക്കുന്ന സമയത്ത് ഡാഷ്ഡ് ലൈൻസ് ആണ് അല്ലേ, ഡാഷ്ഡ് ലൈൻ. അപ്പോൾ ഒരേ സൈസിൽ വരുന്ന ഡാഷസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ഡ് ലൈൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, ഹിഡൻ ഔട്ട്ലൈൻ. ഇപ്പോൾ നമുക്കൊരു ലൈന് നമ്മൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് അപ്പുറത്തൊരു സെക്ഷൻ കാണാനില്ല, പക്ഷേ അപ്പുറത്തൊരു പാർട്ട് ഉണ്ട് എന്ന് നമുക്ക് ഫിഗറിൽ കാണിക്കണം. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിഡൻ പാർട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ ഹിഡൻ പാർട്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ചെയിൻ ലൈൻസ്, ഡാഷ്ഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹിഡൻ ഔട്ട്ലൈൻസ്, ഹിഡൻ ഹെഡ്ജസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് ഹിഡൻ തിന്നായാലും തിക്കായാലും യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ തിൻ ലൈൻസ് തന്നെയാണ് യൂസ് ചെയ്യുക. ചില ഡ്രോയിങ്സിൽ തിക്ക് ലൈനായിട്ടും കാണാറുണ്ട് ഡാഷ് ലൈന്. പക്ഷേ രണ്ടിൻ്റെയും മീനിങ് എന്തുതന്നെയാണ്, ഹിഡൻ പാർട്സിനെ നമുക്ക് അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈൻസ് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ജി ലൈനായിട്ട് വരച്ചിട്ടുള്ളത് ചെയിൻ തിന്നാണ് അല്ലേ, ചെയിൻ തിന്ന്. അപ്പോൾ ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളൊരു ചെയിൻ കണക്ട് ചെയ്ത് വെച്ച പോലെ ഒരു വലുത് ഒരു ചെറുത്, ഒരു വലുത് ഒരു ചെറുത്, സൈമിൾട്ടേനിയസ് എന്തിനാണ് അതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിക്കൊണ്ട് ചെറുത് വലുത് എന്നുള്ള രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെയിൻ ലൈനിൻ്റെ പ്രത്യേകത ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, സെൻട്രൽ ലൈൻസ്, നമ്മളൊരു ഫിഗർ വരച്ച് അതിൻ്റെ സെൻട്രൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ചെയിൻ തിൻ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ലൈൻസ് ഓഫ് സിമ്മട്രി അല്ലെങ്കിൽ ട്രാജക്ടറീസ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു മൂവിങ് പാർട്സിനെ കാണിക്കുകയാണ്, അപ്പോൾ ആ മൂവിങ് പാത്ത് ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ട്രാജക്ടറി ഒക്കെ നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസിലൊക്കെ നമ്മൾ ചെയിൻ തിൻ ലൈൻ തന്നെയാണ് വരയ്ക്കാറുള്ളത്. ചെയിൻ തിൻ ലൈന് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻട്രൽ ലൈനിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, പിന്നെ ട്രാജക്ടറീസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ദെൻ എച്ച് എന്നുള്ള ലൈൻ എന്താണത്, ചെയിൻ തിൻ, തിക്ക് അറ്റ് എൻഡ്സ് ആൻഡ് ചേഞ്ചസ് ദ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിനെ കട്ട് ചെയ്തതായിട്ടൊക്കെ വരയ്ക്കണം. അപ്പോൾ കട്ടിങ് പ്ലെയിൻസ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെയിൻ തിൻ, തിക്ക് അറ്റ് എൻഡ്സ് എന്നുള്ള ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. പ്രധാനപ്പെട്ട കുറച്ച് ലൈൻസിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻസിൻ്റെ പേരുകളും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്രോയിങ്ങും നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഈ പറഞ്ഞത്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, കാരണം പാർട്ട് ബിയിൽ ചോദിക്കാറുള്ളതാണ്. മാത്രമല്ല നമുക്ക് ഏതൊരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഏത് ലൈന് വെച്ച് വരയ്ക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ ഒരു ഡാറ്റ നമുക്ക് നിർബന്ധമായിട്ടും അറിയണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ലൈൻസിൻ്റെ പേരും അതിൻ്റെ ആപ്ലിക്കേഷൻസും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ.